എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വരുന്ന അസാപ്പ് കേരളയിലേക്ക് അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം അസാപ്പിലേക്ക് വേക്കൻസി ഉണ്ട്. വിവിധ പോസ്റ്റിലാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അസാപ്പിൻ്റെ കീഴിൽ വരുന്ന വേക്കൻസീസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് അക്കാഡമിക് കൗൺസിലേഴ്സ് ആൻഡ് ടെലികോളിംഗ് ഇൻറ്റേൺ ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 28 അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങളെ അറിയിക്കുന്നതാണ്. തസ്തികയുടെ പേര് അക്കാഡമിക് കൗൺസിലർ ആൻഡ് സീനിയർ അക്കാഡമിക് കൗൺസിലർ ആണ്. ഫുൾ ടൈം ജോബായിരിക്കും. കോൺട്രാക്റ്റ് ബേസിലാണ്. റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ലീഡ് മാനേജ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ്, കൊളാബറേഷൻ, അഡ്മിഷൻ സപ്പോർട്ട്, ഫോളോ അപ്പ്, ടാർഗറ്റ് അച്ചീവ്മെൻറ്റ്, റിപ്പോർട്ടിംഗ് ഒക്കെയാണ് വേണ്ടത്. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഫീൽഡാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൽസ് വേണ്ടത് എക്സലൻറ്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അതുപോലെ തന്നെ പ്രൊവിഷ്യൻസി ഇൻ യൂസിങ് MS ഓഫീസ്. MS ഓഫീസ് ഉപയോഗിക്കാനായിട്ട് പ്രൊവിഷ്യൻ്റ് ആയിരിക്കണം. ഇതാണ് യോഗ്യത വരുന്നത്. ഇനി എക്സ്പീരിയൻസ് ആൻഡ് സാലറി നോക്കാം. അക്കാഡമിക് കൗൺസിലർ ആണെങ്കിൽ 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെലികോളിംഗ്, കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലിംഗ് ആണ് വേണ്ടത്. സാലറി 17,500 രൂപയാണ് പെർ മന്ത്. ഇനി സീനിയർ അക്കാഡമിക് കൗൺസിലർ ആണെങ്കിൽ മിനിമം 3 years എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ടെലികോളിംഗ്, കസ്റ്റമർ സർവീസ് ഓർ അക്കാഡമിക് കൗൺസിലിംഗ്. ശമ്പളം 19,000 രൂപയാണ് പെർ മന്ത്. ഇനി അടുത്ത പോസ്റ്റ് ടെലികോളിംഗ് ഇൻറ്റേൺ ആണ്. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ് വേണ്ടത്. സ്റ്റൈഫൻഡ് 10,000 ആണ് പെർ മന്ത്. കൂടാതെ അഡീഷണൽ അലവൻസ് ആയിട്ട് 2,500 രൂപ കൂടി കിട്ടുന്നതായിരിക്കും. പിന്നെ അത് ഡാറ്റ അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 12,500 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സ്കിൽസ് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് നിർബന്ധമില്ല, ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 28. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം. ഈ ഫോം വഴിയാണ് ഈ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. വീഡിയോ എഡിറ്റർ ആൻഡ് ഡിജിറ്റൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 28 വൈകുന്നേരം 5 മണി വരെയാണ്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പോസ്റ്റിംഗ് വരുന്നത് അസാപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തായിരിക്കും. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് ഇൻ റെലവൻറ്റ് ഫീൽഡ്. കൂടാതെ ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷനും പ്രൂവൺ റെലവൻറ്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മീഡിയ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മീഡിയ സ്റ്റഡീസ് ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഫിലിം ആൻഡ് ടെലിവിഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ആനിമേഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഓർ റിലേറ്റഡ് ഡിസിപ്ലിൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 3 year എക്സ്പീരിയൻസ് ആണ് കുറഞ്ഞത് വേണ്ടത്. ശമ്പളം 28,000 മുതൽ 35,000 വരെയാണ്. എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് ശമ്പള സ്കെയിലിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. കോൺട്രാക്റ്റ് ബേസിൽ ഫുൾ ടൈം ജോലിയാണ്. സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മോഷൻ ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഡിസൈൻ ആൻഡ് വിഷ്വൽ സ്കിൽസ് വേണം. ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ സ്കിൽസ്, ഇതൊക്കെയാണ് വേണ്ടത്. റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 28. അടുത്തത് ഇൻറ്റേൺഷിപ്പ് വേക്കൻസിയാണ് ഇൻ KLDC. അസാപ്പ് വഴിയുള്ളൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓർഗനൈസേഷൻ KLDC ആണ്. ഡെസിഗ്നേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ. 19 വേക്കൻസിയാണ്. ലൊക്കേഷൻ തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കാസർഗോഡ്, പാലക്കാട്, ഇടുക്കിയാണ്. സ്റ്റൈഫൻഡ് 12,000 ആണ് പെർ മന്ത്. ഡ്യൂറേഷൻ 1 year. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 30. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്
ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അടുത്ത പോസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇൻറ്റേൺഷിപ്പ് വേക്കൻസിയാണ്. ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഡെസിഗ്നേഷൻ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്. വേക്കൻസി 5 ആണ്. ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം, കൊല്ലം. സ്റ്റൈഫൻഡ് 10,000 ആണ് പെർ മന്ത്. ഡ്യൂറേഷൻ 1 ഇയർ ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ഫീസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അസാപ്പിലേക്ക് ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതാത് പോസ്റ്റുകൾ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ asapkerala.gov.in സെർച്ച് ചെയ്യുക. അവിടെ കരിയർ പേജ് എടുക്കുക. അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ താഴെ ഓരോ നോട്ടിഫിക്കേഷനും ഉണ്ട്. നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷനിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ കൊടുത്താൽ മതി. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.